ഡയറക്ടറുടെ തന്തയാരെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ ആരും പോയിട്ടില്ല. വളരെ സെൻസിറ്റീവ് ആയ ഒരു വിഷയമാണ്. അതായത് കാശ്മീരി പണ്ഡിറ്റുകളാണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും ഗോദ്ര ആണെങ്കിലും ബാബറി മസ്ജിദിന്റെ ധ്വംസനമാണെങ്കിലും നമ്മുടെ ആത്മാവിന്, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ആത്മാവിന് ഏറ്റ മുറിവാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പം ചില പരിധികളും പരിമിതികളും ലിമിറ്റേഷൻസും നമുക്ക് എല്ലാം മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് അമിതമാകുമ്പോൾ അത് റിയാക്ഷൻ ഉണ്ടാക്കുകയേ ചെയ്യും. നരേന്ദ്രമോദിജിയെ കോടതികളടക്കം ഈ കാര്യത്തിൽ നിരപരാധിയാണെന്ന് പറഞ്ഞ് വിടുകയും അദ്ദേഹം മുസ്ലിം സമൂഹത്തോട് ഏറ്റവും ആർജവമുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പിന്നീട് ശ്രമിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള ചരിത്ര വസ്തുതയാണ്. അപ്പൊ നമ്മൾ കടത്തി പറയുകയാണെങ്കിൽ മറുവശത്തും തീവ്രത കൂടുകയുള്ളൂ. പകരം അങ്ങനെയല്ല, നമുക്കൊരു മിഡിൽ ഗ്രൗണ്ട് ഉണ്ടാകണം. എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന കുറെ പോയിന്റുകൾ ഉണ്ടാകണമെന്ന് തിരിച്ചറിവ് വേണം. ഇനി രണ്ട്, നമ്മുടെ ബിൽക്കിസ് ബാനുവിന്റെ സ്റ്റോറിയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ബിൽക്കിസ് ബാനുവിന്റെ കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വേദനയുള്ള കഥയാണ്. അവരെ റേപ്പ് ചെയ്തു, അവരുടെ കുട്ടിയെ കൊന്നു, അതൊക്കെയാണ് എമ്പുരാന്റെ ആ സീനിൽ പ്രത്യേകമായിട്ട് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ചില ലിമിറ്റേഷൻസ് അവർക്ക് ആ കാര്യത്തിൽ കാണിക്കായിരുന്നു. രണ്ട്, ഗോദ്രയും ഗുജറാത്തും ഒരേപോലെ പരാമർശിക്കായിരുന്നു. ഈ ഒരു ബാലൻസിലേക്ക് നമുക്ക് മെച്ചുറായി എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നും നമ്മുടെ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി ഇരിക്കും. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് രാഷ്ട്രീയം. ഒന്ന്, മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നോക്കുന്ന രാഷ്ട്രീയം. അതാണ് കേരള സ്റ്റോറി അല്ലെങ്കിൽ കാശ്മീർ ഫയൽസ്. അതിനെ യോഗി ആദിത്യനാഥ് 80-20 എന്ന് വിളിക്കും. ഇതിന്റെ മറുഭാഗത്ത് സമാജ്വാദി പാർട്ടി പറയുന്ന 15-85. 15 എന്ന് പറഞ്ഞാൽ ഹിന്ദു സവർണ വിഭാഗം, 85 എന്ന് പറഞ്ഞാൽ പിന്നോക്ക വിഭാഗങ്ങളും മുസ്ലിങ്ങളും ലിബറലുകളും. ഈ 15-85 ഇതിനപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയം നമുക്ക് വേണ്ടേ? ഒരു ഗാന്ധിയൻ മിഡിൽ ഗ്രൗണ്ട് വേണ്ടേ? എല്ലാവരെയും ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു നിലപാട് തന്നെ നമുക്ക് വേണ്ടേ? ഒരു കയ്യിൽ ഹിന്ദു ഐക്യവും മറുകൈയിൽ ഹിന്ദു മുസ്ലിം ഐക്യവും. ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിന് ഈ അമിതമായി പറയുന്നതുകൊണ്ട് കാര്യമില്ല. ആ അമിതത്തിന് പകരം മിതമായി എല്ലാരെയും ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന വിമർശനമൊക്കെ ആകാം, പക്ഷെ ചില മാന്യതയും മര്യാദയും വേണം. വളരെ ബഹുമാനത്തോടെ പറഞ്ഞോട്ടെ, പ്രമോദ് ജി പറഞ്ഞതുപോലെ അമിതമായി കള്ളം പറയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അതായത് ഇത് കടത്തി പറയുമ്പോൾ, തീവ്രത പറയുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും തീവ്രത ഉണ്ടാകും. നമുക്ക് മിതത്വം വേണം, മോഡറേഷൻ വേണം, സെൻട്രിസ്റ്റ് പൊളിറ്റിക്സ് വേണം. എന്താണ് പറഞ്ഞിരുന്നത്? പൃഥ്വിരാജ് മിതത്വം കാണിക്കാത്തതാണ് അയാൾ അനുഭവിക്കുന്നത് എന്നാണോ? എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. പറഞ്ഞു പറഞ്ഞില്ല. ഞാൻ വീണ്ടും കാണും. എനിക്ക് എമ്പുരാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ഡേ മുംബൈയിൽ നിന്ന് കണ്ടു, ഇനി വീണ്ടും കാണും. പക്ഷേ ചില കാര്യം, ഇപ്പം 17 കട്ട് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. അപ്പൊ ഒരു ബാലൻസ് ഉണ്ടാകും. ഈ ബാലൻസ് വേണമെന്ന് മാത്രമാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ശരി.